പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 12-ാം വാക്യം. ലോത്ത് സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 13-ൽ നമുക്ക് കാണുവാൻ കഴിയും. ഏതൊരു വിശ്വാസിക്കും നൽകുന്ന ഒരു ഭയനിർദ്ദേശമാണ് സോദോം വരെ കൂടാരമടിച്ചാൽ സാവകാശത്തിൽ സോദോമിൽ എത്തിച്ചേരും. ഈ 14-ാം അധ്യായത്തിൽ ലോത്തും കുടുംബവും സോദോമിൽ വസിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഏതൊരു വിശ്വാസിയും ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയാൽ മടങ്ങി വരുവാൻ അവസരം കർത്താവ് തരും. എന്നാൽ ആ മടങ്ങിവരവിൻ്റെ സമയത്ത് നാം തിരിച്ചു വരുവാൻ ഇടയായിത്തീരണം. ലോത്ത് സോദോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു എന്ന് 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. ലോത്തിൻ്റെ നിലയ്ക്ക് പൂർണ്ണമായി ഒരു മാറ്റം വന്നു. സോദോമിലെ ഉന്നതന്മാരിൽ ഒരാളായി ലോത്ത് മാറുവാനിടയായി. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ അറിയപ്പെടുന്ന ഒരു മഹൽ വ്യക്തിയായി ലോത്ത് മാറി. ഒരു ന്യായാധിപൻ്റെ സ്ഥാനത്തേക്ക് താൻ ഉയർത്തപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചകളും കുടുംബത്തിൻ്റെ വേദനകളും ഒക്കെ നമുക്ക് പിന്നീടുള്ള അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നുമുണ്ട്. ഒരു ശിശുവിനെ ഏതു രീതിയിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ ജീവിക്കുക എന്ന് എബ്രഹാം ലിങ്കൻ ഒരിക്കൽ പ്രസ്താവന നടത്തുവാനിടയായി. നാം എങ്ങനെ ജീവിക്കുന്നു അത് നമ്മുടെ കുടുംബത്തെ സ്വാധീനിക്കുന്നു. നാം എങ്ങനെയാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പാകെ മാതൃകയാക്കി തീർക്കുന്നതെന്ന് വളരെ വിനയത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. സങ്കീർത്തനം 101:2. എന്നാൽ ലോത്തിൻ്റെ അന്ത്യത്തെപ്പറ്റിയോ ബൈബിൾ ഒരു വാക്കും പറയുന്നില്ല. എവിടെ മരിച്ചു, എവിടെ അടക്കി ഒന്നും അറിഞ്ഞുകൂടാ. അനുകരിക്കുവാൻ കൊള്ളാവുന്ന ഒരു അന്ത്യം ഉണ്ടായില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തിരുവചനം നാം മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവം പറയുന്ന ആ പാതയിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ ലക്ഷ്യം ധനസമ്പാദനമോ ഇവിടെയുള്ള നേട്ടങ്ങളോ ഒന്നുമല്ല. ക്രിസ്തുവിന് വേണ്ടി നല്ല മാതൃകയുള്ള കുടുംബജീവിതത്തിൽ മാതൃകയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.